തന്റെ ജീവിതത്തിലുടനീളം ലാളിത്യം പിന്തുടർന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മരണാനന്തര ചടങ്ങുകളിലെല്ലാം ആ ഒരു ലാളിത്യം അതേപടി പിന്തുടരണം എന്നുള്ളൊരു നിർബന്ധം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചടങ്ങുകളിൽ മുൻപത്തേതിൽ നിന്ന് വ്യത്യാസമായി എത്ര രീതിയിൽ അത് ലളിതമാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് മരണപത്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചടങ്ങുകളിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ മരണാനന്തരമായ കാര്യങ്ങളിൽ മറ്റ് ശവകുടീരത്തിൽ പോലും ഒരു ആർഭാടവും അലങ്കാരങ്ങളും ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും അപ്രകാരം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ മരണപത്രത്തിൽ ഉണ്ടായിരുന്നത്. വളരെ ലളിതം ആയിരിക്കണം. താൻ ഫ്രാൻസിസ് പാപ്പ പണ്ട് ഒരു പ്രാവശ്യം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ വേണ്ടി ഒരു ദിവസം വലിയൊരു കോൺസേർട്ട് വത്തിക്കാനിൽ അറേഞ്ച് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ദിവസത്തോട് ചേർന്ന്. അദ്ദേഹം എന്നാൽ അതിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഐ എം നോട്ട് എ പ്രിൻസ്, ഞാനൊരു രാജകുമാരനല്ല, ഇത്ര വലിയ ആർഭാടത്തോടു കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അതിന് എൻ്റെ നാമത്തിൽ ആയിരിക്കുവാനും. ഞാൻ ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ശുശ്രൂഷകനാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ എല്ലാ പരമാചാര്യന്മാരുടെയും കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെയും മനോഭാവം എന്ന് ഫ്രാൻസിസ് പഠിപ്പിക്കുകയായിരുന്നു. അതായത് ഞാൻ ശുശ്രൂഷകനാണ്, സേവകനാണ്, ജനത്തിൻ്റെ സേവകനാണ്, എളിയവരായവരുടെ സേവകനാണ്. ഞാനൊരു രാജകുമാരനല്ല, ഞാനൊരു പ്രിൻസ് അല്ല, ഞാനൊരു മഹാരാജാവ് അല്ല എന്നുള്ളത്. നിങ്ങളിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ ഒന്നാം മകനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായി തീരണം. വിജാതീയരുടെ രാജാക്കന്മാർ അവരുടെ പ്രജകളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അപ്രകാരം ആയിത്തീരരുത് നിങ്ങളുടെ ശുശ്രൂഷ. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ സേവകനാകണം, ശുശ്രൂഷകൻ ആകണം എന്നും. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ ഈ ക്രിസ്തുനാഥൻ പറയുന്ന ഒരു വാചകമുണ്ട്, ആരാണ് വലിയവൻ, മേശയ്ക്കരികിലിരിക്കുന്നവനോ അതോ വിളമ്പുന്നവനോ, മേശയിൽ ശുശ്രൂഷിക്കുന്നവനോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ മേശയ്ക്കരികിലിരിക്കുന്നവനായിട്ടല്ല, നിങ്ങളുടെ ശുശ്രൂഷകനായിട്ടാണ് ആയിത്തീർന്നത് എന്ന്. ഒരുപക്ഷെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉള്ള പാദക്ഷാളന ശുശ്രൂഷ യേശു നടത്തിയതിന് ശേഷം പറഞ്ഞ വാക്കുകളിൽ ഒന്നായിരിക്കണം ഇത്. മൂന്നാമത്തെ സുവിശേഷത്തിൽ നാം ഈ പാദക്ഷാളന ശുശ്രൂഷയെക്കുറിച്ച് കാണുന്നില്ലെങ്കിൽ പോലും അതിൽ പ്രതിഫലിച്ച വാക്കുകൾ ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ലാളിത്യത്തിലും എളിമയിലും വിശുദ്ധിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നമുക്ക് വഴിവിളക്കായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന് പറയാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് 4-ാമത്തെ സുവിശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്, മാട്ടിടത്തെക്കുറിച്ചുള്ള വിവരണമില്ല. പക്ഷേ യേശു പറയുന്ന ഒരു ചരമപ്രസംഗമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ യേശു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, യോഹന്നാൻ ഒരു ഹി വാസ് എ ഷൈനിങ് ആൻഡ് ബേണിംഗ് ലാമ്പ്. അവൻ അത് പ്രകാശിക്കുകയും ജ്വലിക്കുകയും ചെയ്യുന്ന ഒരു വിളക്കായിരുന്നു. ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ അല്പനേരം നമ്മൾ ആശ്വസിച്ചു എന്ന്. തീർച്ചയായിട്ടും ഇത് ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇത് അദ്ദേഹം ഒരു പ്രകാശിക്കുകയും ജ്വലിക്കുകയും ചെയ്യുന്ന, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. ആ വിളക്കിന്റെ പ്രകാശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പകർന്നു നൽകിയ ഒരു വെളിച്ചം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാവും. സ്നേഹത്തിന്റെയും കരുണയുടെയും എല്ലാം സന്ദേശം പകർന്ന് അതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എന്ന് പകർന്നു നൽകിയ ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. സാധാരണ മനുഷ്യനെ ചേർത്ത് പിടിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ അവസാന നിമിഷത്തിൽ പോലും ഒരുപാട് മനുഷ്യർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്.